നമ്മളെ പ്രധാനപ്പെട്ട ഡാറ്റകൾ, ഫോട്ടോസ്, വീഡിയോസ്, കോണ്ടാക്ട്, ചില ഡോക്യുമെന്റ്സ്, ഇതൊക്കെ നമ്മൾ സേവ് ചെയ്യുന്ന എവിടെയാ? നഷ്ടപ്പെട്ടു പോകാണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കും. ഈ ഗൂഗിൾ അക്കൗണ്ടിൽ നമുക്ക് 15 GB ഡാറ്റയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. 15 GB വരെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാം. അതങ്ങ് ഫുള്ളായി പോയാലോ നമ്മൾ കുതിർന്ന് ഡിലീറ്റ് ചെയ്യണം. ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നേരം ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളതായിരിക്കും. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്തെന്നാ, ഗൂഗിളിൽ നമുക്ക് സ്റ്റോറേജ് പൈസ കൊടുത്ത് വാങ്ങാം. ഒരു മാസത്തേക്ക് ഇത്ര അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഇത്ര എന്നുള്ള രീതിയിൽ നമുക്ക് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യാം. എത്ര GB വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട, ഉള്ളത് തന്നെ ഉപയോഗിക്കണം. പക്ഷേ സ്റ്റോറേജ് ഫുള്ളായി പോവുകയും ചെയ്ത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ആ സ്റ്റോറേജ് കുറച്ച് ഫ്രീ ആക്കിയുള്ള 1-2 ടിപ്സാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിന് നമ്മൾ പോകുന്നത് ഗൂഗിൾ ഫോട്ടോസിലേക്കാണ്. നമ്മൾ ഫോട്ടോസ് കംപ്ലീറ്റ് ബാക്കപ്പ് എടുത്ത് വെക്കാൻ ഗൂഗിൾ ഫോട്ടോസാണ് ഉപയോഗിക്കുന്നത്. ഫോട്ടോസ് മാത്രമല്ല, വീഡിയോസും നമുക്ക് ഗൂഗിൾ ഫോട്ടോസിൽ ബാക്കപ്പ് എടുത്ത് വെക്കാം. ഇങ്ങനെ ബാക്കപ്പ് എടുക്കുന്നതിൽ കൂടിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഗൂഗിളിലെ സ്റ്റോറേജ് കുറയുന്നത്. ഈ 15 GB കൂടുതൽ ഫുള്ളാകുന്നത് ഈ ഗൂഗിൾ ഫോട്ടോസ് കൂടിയാണ്. അതുപോലെ തന്നെ ഇമെയിലിൽ കൂടെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് കുറയുന്നുണ്ട്. ഇമെയിലിൽ കൂടെ എന്ന് വെച്ചാൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ വരും, ഒരുപാട് ഇമെയിലൊക്കെ വന്ന് അതൊക്കെ നിറയുന്നത് ഈ ഗൂഗിളിന്റെ 15 GB അപ്പം നമുക്ക് കുറച്ചൊന്ന് ഫ്രീ ആക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താലും മേലെ നമ്മളെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇവിടെ അക്കൗണ്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ സ്റ്റോറേജ് കുറവാട്ടോ, അധികമൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആകെ 859 MB ഉപയോഗിച്ചിട്ടുള്ളൂ 15 GB. അതടക്കട്ടെ, അതെന്തേ ആട്ടെ. ഇവിടെ നമുക്ക് സ്റ്റോറേജ് പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് നാണയങ്ങൾ വാങ്ങിക്കാം, പക്ഷെ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. പൈസ കൊടുത്തൊന്നും വാങ്ങണ്ടെന്ന് ആവശ്യത്തിന് ഇതിലുണ്ട്. അതും അടക്കട്ടെ. അതിന്റെ താഴേക്ക് വന്നാൽ ഇവിടെ ലാർജ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, ബ്ലറി ഫോട്ടോസ്, സ്ക്രീൻഷോട്ട്, അതർ ആപ്സ്, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതായത് ഈ ലാർജ് ഫോട്ടോസ് ആൻഡ് വീഡിയോസിൽ നമുക്ക് ഫയൽ സൈസ് കൂടുതലുള്ള ഫോട്ടോസ്, വീഡിയോസും ഒക്കെ കണ്ടുപിടിച്ചിട്ട് അത് അവിടെ നിന്ന് എളുപ്പം ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായി. ഇവിടുന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലോങ് പ്രസ് ചെയ്യുക. ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ച് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമുള്ള ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അത് ഡിലീറ്റ് കൊടുക്കുക. അത് അവിടെ നിന്ന് ഡിലീറ്റ് ആവും. അപ്പം നമുക്ക് അത്രയും സ്റ്റോറേജ് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലറി ഫോട്ടോസ്. അതായത് അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത സംഭവം. എന്താ വെച്ചാൽ നമ്മൾ ബാക്കപ്പ് കൊടുക്കുന്ന നേരം മൊത്തം ഫോട്ടോസാണ് ഇതിലേക്ക് ബാക്കപ്പ് ആകുക. അപ്പോൾ അതിൽ വേണ്ടിയും വേണ്ടാത്തൊക്കെ ഉണ്ടാവും. അതിൽ ക്ലാരിറ്റി ഒക്കെ കുറവുള്ള, നമുക്ക് അത്യാവശ്യമില്ലാത്ത ഫോട്ടോസുകളൊക്കെ, ബ്ലറി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഈ ഫോൾഡറിൽ ഉണ്ടാവും. ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഇതിൽ ബാക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതും ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുക. അതൊന്നും ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാകില്ല. അതർ ആപ്സ് എന്ന് പറയുന്ന മറ്റ് ആപ്ലിക്കേഷനൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഇതിലേക്ക് ബാക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതും ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് മാക്സിമം സ്റ്റോറേജ് ഇതിൽ കൂട്ടിയെടുക്കാം. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ റിക്കവർ സ്റ്റോറേജ് എന്നും പറഞ്ഞ് പുതിയൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് പുതിയ ഓപ്ഷൻ ആട്ടോ. ഇത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഫോട്ടോസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ എന്താ സംഭവം? നമ്മളെ ഫോട്ടോസ്, വീഡിയോസ് ഇത് രണ്ടും കംപ്രസ് ചെയ്യുക. അതായത് നമ്മളെ സ്റ്റോറേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫയൽ സൈസ് കുറച്ചിട്ട് ഇത് തന്നെ കംപ്രസ് ചെയ്ത് സ്റ്റോർ ചെയ്യും. നമ്മളൊന്നും ചെയ്യണ്ട. ഇവിടെ എഗ്രി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കംപ്രസ് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇതിൽ സ്റ്റോറായ, അതായത് ബാക്കപ്പ് ചെയ്ത ഫോട്ടോസും വീഡിയോസും ഒന്ന് തിക്കി ഞെരുക്കി അതിൽ അങ്ങ് കൊള്ളിക്കും ഇവർ. അത് സംഭവം പൊളിയല്ലേ? അതിനിപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടൊന്നും മെനക്കേടൊന്നും വേണ്ട, പെട്ടെന്ന് കഴിയുന്ന പരിപാടി. ഇങ്ങനെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഗൂഗിൾ അക്കൗണ്ടിൽ ഫ്രീ ആക്കി എടുക്കാനാവും. അപ്പോൾ പൈസ കൊടുത്തൊന്നും വാങ്ങാണ്ട് ഗൂഗിളിൽ ഉള്ള 15 GB മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന 2 ടിപ്സാണ് ഗൂഗിൾ ഫോട്ടോസ് കൂടെ നമ്മളിപ്പം കണ്ടത്. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾ ബാക്കപ്പ് എടുത്ത ഫോട്ടോസ്, വീഡിയോസും ഒക്കെ ഉണ്ടെങ്കിൽ അതും ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്തിട്ട് സ്റ്റോറേജ് ഫ്രീ ആക്കാം. അതല്ലാണ്ട് ഒരുപാട് മെയിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. ആ മെയിലുകൾ ക്ലിയർ ചെയ്താലും നമ്മളെ ഗൂഗിൾ അക്കൗണ്ടിൽ സ്റ്റോറേജ് ഫ്രീ ആയി കിട്ടും. സംഭവം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.